ഹലോ ഫ്രണ്ട്സ്, ഇടെക് ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഒരു സാംസങ് CRT കിറ്റാണ്. ഫ്ലാറ്റ് ടി വി ആണ്. ഇതിന് കംപ്ലൈൻറ്റ് ഓസിലേറ്റ് ചെയ്യുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഓസിലേറ്റ് ചെയ്യും, ചിലപ്പോൾ തട്ടുമ്പോൾ ഓസിലേറ്റ് ചെയ്യും, ചിലപ്പോൾ തട്ടുമ്പോൾ പടം പോവും. അങ്ങനെ തട്ടുന്ന കംപ്ലൈൻറ്റുകൾക്കായിട്ട് ഞാനത് ഫുള്ള് ഡ്രൈ അടിച്ച് വെച്ചിട്ടുണ്ട്. ഡ്രൈ ഉള്ളതാണ്. പക്ഷെ എന്നിട്ടും ചില സമയങ്ങളിൽ അത് വീണ്ടും അങ്ങനെ തന്നെ ആവും, ഓണാവില്ല. അങ്ങനെ അപ്പോൾ നമുക്ക് എന്താ കംപ്ലൈൻറ്റ് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്കിതൊന്ന് വോൾട്ടേജുകൾ ചെക്ക് ചെയ്യണം. ഇതിൻ്റെ IC വരുന്നത് VCT 49X3F PYF എന്ന് പറഞ്ഞതാണ് ഇതിൻ്റെ സിംഗിൾ ചിപ്പ് IC. അപ്പോൾ നമുക്ക് വോൾട്ടേജുകളൊന്ന് ചെക്ക് ചെയ്യാം. നെഗറ്റീവ് പ്രോബ് ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. മീറ്റർ DC മോഡ് സെറ്റ് ചെയ്യുന്നു. ഫ്രണ്ട് പാനൽ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ സെറ്റിന് പവർ ഓൺ ചെയ്തിട്ടുണ്ട്. പവർ ലൈറ്റ് കത്തി. ഇപ്പോൾ DC 200ലാണ് 163. സെറ്റ് ഓസിലേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് ഓവർ വോൾട്ടേജ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഞാനവിടെ ലോഡായിട്ടൊരു ബൾബ് കൊടുത്തിടുവാണ് ഓവർ വോൾട്ടേജ് കുറയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവിടെ ഹൈ വോൾട്ടേജ് ആയിട്ട് നിൽക്കും. ഇത് ഗ്രൗണ്ടാണ്. ഇത് B+ലാണ് ഒരു പോയിന്റ് കൊടുക്കുന്നത്. ബൾബ് അവിടെ വെച്ചിട്ടുണ്ട്. ബൾബ് ലോഡായിട്ട് അവിടെ നിൽക്കും. നമ്മുടെ വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സീരിയൽ ആയതുകൊണ്ടാണ് ആ ലോഡ് എടുത്തപ്പോൾ അങ്ങനെ കാണിച്ചത്. ഓക്കെ, ഇപ്പോൾ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 134 വോൾട്ട് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓസിലേഷൻ ഇല്ലെങ്കിൽ നമ്മൾ മെമ്മറി ICക്ക് 5 വോൾട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇതാണ് മെമ്മറി IC 5.9 വോൾട്ട്. അതിൽ ഡാറ്റ ക്ലോക്കിലൂടെ വോൾട്ടേജുകളൊന്ന് നോക്കിയേക്കണം. 2.4 2.8 വോൾട്ട് ഓക്കെ ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് നോക്കേണ്ടത് ട്യൂണറിൻ്റെ 5 വോൾട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, ട്യൂണറിൻ്റെ 5.3 വോൾട്ടും ഓക്കെ ആണ്. ഓക്കെ, നമ്മുടെ HOUട്ടിൽ വരെ വോൾട്ടേജ് എത്തുന്നുണ്ടോ എന്ന് നോക്കണം. 234 HOUട്ട് പോയിന്റിൽ വരെ എത്തുന്നുണ്ട്. അത് ഓക്കെയാണ്. ഇനി അടുത്ത് നമ്മുടെ HDT കോയിലാണ്. HDT കോയിലിൻ്റെ വോൾട്ടേജ് ഓക്കെ 12.9 ഇവിടെ എത്തുന്നുണ്ട്. HDT കോയിലിൻ്റെ അപ്പുറത്തെ പോയിന്റിൽ വോൾട്ടേജ് എത്തുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ കോയിൽ ഓക്കെയാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് വോൾട്ടേജ് ഇവിടെ വരെ വരുന്നത്. അതിനി വരുന്നത് ഈ C2073 എന്ന് പറഞ്ഞ ഈ ട്രാൻസിസ്റ്ററിലേക്കാണ്. ട്രാൻസിസ്റ്ററിൻ്റെ സെൻട്രൽ പിന്നിലാണ് ആ വോൾട്ടേജ് വരുന്നത്. ഇത് ഈ പിന്നിൽ നിന്ന് നമ്മുടെ ICയിലേക്കൊരു സ്വിച്ച് ചെയ്യാൻ വോൾട്ടേജ് ഇവിടെ വരും. ഇത് ഓക്കെ 3.3 വോൾട്ട് ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്കത് അറിയാൻ പറ്റില്ല. അത് നമ്മൾ ഈ ട്രാൻസിസ്റ്റർ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മാത്രമേ ആ 3.3 അവിടെ അറിയാൻ പറ്റത്തുള്ളൂ. ഇത് ഈ ICയുടെ ഈ പിന്നാണ് നമ്മുടെ HOUട്ട് ഔട്ട് പോയിന്റ്. ഇതിൽ നിന്നാണ് ഈ 3.3 അവിടെ വരെ എത്തുന്നത്. ഇവിടെ വന്നു, അതുവഴി ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് 3.3 ഇവിടെ ഈ ട്രാൻസിസ്റ്റർ വരെ വരും. അപ്പോഴാണ് ട്രാൻസിസ്റ്റർ വർക്ക് ആകുമ്പോഴാണ് നമ്മളവിടെ ഓസിലേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ട്രാൻസിസ്റ്ററിൻ്റെ ആ പിന്നൊന്ന് ഇളക്കി വിട്ട് നോക്കണം അവിടെ വരെ വോൾട്ടേജ് വരുന്നുണ്ടോയെന്ന്.
അപ്പോൾ ഇതാണ് ട്രാൻസിസ്റ്റർ C2073. ഞാനതിൻ്റെ പിന്നെ ഇടയ്ക്ക് സോൾഡറിങ് ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കോയിൽ. ഇവിടെ നിന്നാണ് നമുക്ക് വോൾട്ടേജ് 3.3 വോൾട്ട് ഇവിടെ വരേണ്ടത്. ഞാൻ സെറ്റ് വീണ്ടും ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3.3 ഇവിടെ ഉണ്ട്, പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ ഇതൊരു കോയിലാണ്. ഈ കോയിൽ വഴിയാണ് നമുക്കിവിടെ വോൾട്ടേജ് വരേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് വോൾട്ടേജ് വരുന്നില്ല. അപ്പോൾ നമുക്ക് കോയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മീറ്റർ കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടിട്ടുണ്ട്. കോയിൽ ഓപ്പൺ ആണ്. ഈ കോയിൽ ഓപ്പൺ ആണ്, അതുകൊണ്ട് നമുക്ക് വോൾട്ടേജ് അവിടേക്ക് വരാത്തത്. അപ്പോൾ നമുക്ക് ആ കോയിൽ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതാണ് ആ കോയില്. അപ്പോൾ ഇതാണ് ആ കോയില്. ഞാൻ ആ കോയിൽ ഇളക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മീറ്റർ കണ്ടിന്യൂറ്റി മോഡിൽ തന്നെയാണ്. ഓക്കെ, കോയിൽ കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. ഇത് ഓപ്പൺ ആണ്. ഈ കോയിൽ ഓപ്പൺ ആണ്. ഞാൻ ട്രാൻസിസ്റ്ററിന്റെ പിന്നെ വീണ്ടും സോൾഡർ ചെയ്തിട്ടുണ്ട്. ഈ ബൾബ് ഒഴിവാക്കുവാണ്, നമ്മൾ ലോഡ് കൊടുത്തിരുന്ന ബൾബ്. ഞാനൊരു വയറിട്ട് ജമ്പ് ചെയ്ത ആ വോൾട്ടേജ് ആ ട്രാൻസിസ്റ്ററിന് കൊടുക്കുവാണ്. ഇപ്പം നമ്മൾ അവിടെ നിന്നൊരു വയറിട്ട് ആ കോയിലിന് വരെ ഒരു ജമ്പർ പോലെ ഉപയോഗിച്ച് ഇവിടെ വോൾട്ടേജ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം, ഓസിലേറ്റ് ചെയ്യുന്നുണ്ടോന്ന്. ഓക്കെ, സീരിയലിൽ കൊടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം സെറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. പവർ ലൈറ്റ് കത്തി. ഓക്കെ, ബൾബ് കണ്ടാൽ ഇതിപ്പോൾ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട് സെറ്റ്. അപ്പം നമുക്കത് ഒഴിവാക്കിയിട്ട് അവിടെ ഒരു ജമ്പർ ഇടണം. ഓക്കെ, ഒരു ജമ്പർ സെറ്റ് ആക്കിയിട്ടുണ്ട്. ജമ്പർ നമുക്കതിലിടാം. ഇപ്പം നമ്മളിതൊരു ജമ്പർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സെറ്റ് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. സെറ്റ് ഓൺ ചെയ്തു. പവർ ലൈറ്റ് കത്തി. സീരിയലാണ്, ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് കൊടുത്ത് ഓൺ ചെയ്ത് നോക്കാം. ടി വി ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ടി വി ഓസിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്ക്രീൻ വന്നു. അപ്പോൾ നമ്മുടെ ടി വി ഓക്കെ ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
താങ്ക് യു ഫോർ വാച്ചിങ്.